മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ യു.ഡി.എഫ് സർക്കാരിന്റെ കന്നി നയപ്രഖ്യാപനം ഗവർണർ ആർലേക്കർ നിയമസഭയിൽ അവതരിപ്പിച്ചു. നാടിന്റെ വികസന കുതിപ്പിനൊപ്പം സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഒട്ടനവധി ജനപ്രിയ പദ്ധതികളാണ് ഈ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് യു.ഡി.എഫ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ പൂർണ്ണമായി നടപ്പാക്കുമെന്ന് പുതിയ സർക്കാർ നയപ്രഖ്യാപനത്തിലൂടെ ഉറപ്പു നൽകുന്നു. ഇതിന്റെ ഭാഗമായി സാധാരണക്കാർക്ക് വലിയ ആശ്വാസമേകുന്ന 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യമാക്കും. ആരോഗ്യ മേഖലയിൽ ചെലവ് കുറഞ്ഞതും എന്നാൽ അത്യാധുനികവുമായ ചികിത്സാ സൗകര്യങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യം. അതോടൊപ്പം തന്നെ വലിയ ജനപ്രീതിയുള്ള മറ്റൊരു പ്രഖ്യാപനമാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്നത്. സാധാരണക്കാരായ സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. നിലവിലുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി ഉയർത്തുമെന്ന പ്രഖ്യാപനം സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭദ്രത നൽകുന്നതാണ്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ പുനരുദ്ധീകരിക്കാനുള്ള ശക്തമായ കർമ്മ പദ്ധതികളാണ് നയപ്രഖ്യാപനത്തിന്റെ കാതൽ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക ബാധ്യതകളും നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയും പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാൻ പുതിയ സർക്കാർ ഉടൻ തന്നെ ധനകാര്യ ധവളപത്രം പുറത്തിറക്കുമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന്റെ ഖജനാവ് നേരിടുന്ന കടുത്ത പ്രതിസന്ധി മറികടക്കാനും വിഭവ സമാഹരണം ഊർജിതമാക്കാനും യു.ഡി.എഫ് സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കുന്തമുനയായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടികൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇതിലും ഉണ്ടായിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകളുടെ വർധനവ്, മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിക്കൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതികൾ എന്നിവയെല്ലാം നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വി.ഡി. സർക്കാരിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര അഴിമതിമുക്ത ഭരണമായിരിക്കുമെന്നാണ് നയപ്രഖ്യാപനം അടിവരയിടുന്നത്. ഭരണതലത്തിലെ ആഡംബരങ്ങൾ ഒഴിവാക്കുമെന്നും ഓരോ ഫയലിലും ജനങ്ങളുടെ ജീവിതമുണ്ടെന്ന ബോധ്യത്തോടെ ഫയൽ തീർപ്പാക്കൽ അതിവേഗത്തിലാക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ തനതായ സാമൂഹിക ഘടന നിലനിർത്താൻ മതനിരപേക്ഷത ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. വർഗീയ ശക്തികൾക്കും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനും സംസ്ഥാനത്ത് ഇടം നൽകില്ലെന്ന ശക്തമായ സന്ദേശമാണ് യു.ഡി.എഫ് സർക്കാർ നൽകുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസന മാതൃകയായിരിക്കും വരും വർഷങ്ങളിൽ കേരളം കാണാൻ പോകുന്നതെന്ന് പ്രസംഗം വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകുമ്പോൾ തന്നെ സാമ്പത്തിക അച്ചടക്കം എങ്ങനെ പാലിക്കുമെന്നതാണ് പുതിയ സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ചുരുക്കത്തിൽ വൻ പ്രതിസന്ധികൾക്കിടയിലും പ്രത്യാശയും ജനപ്രിയ പ്രഖ്യാപനങ്ങളും നിറഞ്ഞതാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ കന്നി നയപ്രഖ്യാപനം. വന്ദേമാതരം പോലുള്ള പ്രോട്ടോകോൾ വിവാദങ്ങൾ പുകയുമ്പോഴും ഗ്യാരണ്ടികൾ പാലിച്ച് അഴിമതിയില്ലാത്ത മതനിരപേക്ഷ കേരളം കെട്ടിപ്പടുക്കുമെന്ന ഉറച്ച പ്രഖ്യാപനത്തോടെയാണ് യു.ഡി.എഫ് ഭരണം സഭയിൽ കളം നിറയുന്നത്.